DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസത്തിൽ സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെയും അവയുടെ വിതരണത്തിന്റെയും ഔദ്യോഗികമായ അറിയിപ്പ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വന്നിട്ടുണ്ട്. റേഷൻ വിതരണത്തിൽ കാര്യമായ മാറ്റവും വന്നിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മാർച്ച് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും. അതിന് കാരണം ഫെബ്രുവരി ആദ്യ ആഴ്ച ജനുവരി റേഷൻ വിതരണം ഉണ്ടായിരുന്നതിനാലും ഫെബ്രുവരി 28 ദിവസം മാത്രം ഉള്ളതിനാലൊക്കെ ഫെബ്രുവരി മാസത്തെ റേഷൻ ഇനിയും കുറെ പേർക്ക് കൂടി ലഭിക്കുവാനുണ്ട്. അതിനാൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസം കഴിഞ്ഞിട്ടും റേഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക് അവരുടെ റേഷൻ തിങ്കളാഴ്ച മാർച്ച് 3 വരെ വാങ്ങുവാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ്, മാർച്ച് 4 ചൊവ്വാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിവരങ്ങളൊക്കെ ഇ-പോസിൽ സെറ്റ് ചെയ്യുന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനം റേഷൻ കടകൾക്ക് അവധി നൽകുന്നത്. അത് കഴിഞ്ഞ് മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡിനും മാർച്ച് മാസത്തിൽ എന്തെല്ലാമാണ് ലഭിക്കുന്നതെന്ന് കൂടി നോക്കാം. AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. കുറെ നാളുകൾ ലഭിക്കാതിരുന്നതിനു ശേഷം ഇപ്പോൾ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിന് നൽകി തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡുകൾക്ക് മാർച്ച് മാസത്തിൽ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഇതിൽ ഒരു റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിൽ 3-ഓ അതിൽ കുറവോ അംഗങ്ങളാണുള്ളതെങ്കിൽ ഗോതമ്പ് ലഭിക്കുന്നതല്ല, ആട്ട മാത്രമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നത്. നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ഈ മാസവും നീല കാർഡിന് സ്പെഷ്യൽ അരിയുണ്ട്. 3 കിലോ അരിയാണ് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കുക. പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ബ്രൗൺ റേഷൻ കാർഡുകൾക്ക് മാർച്ച് മാസത്തിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഈ മാസം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ 2-ാം ഘട്ട വിൽപ്പനയും ഉണ്ടാകും. 340 രൂപ വിലയിൽ 10 കിലോഗ്രാമിന്റെ പാക്കറ്റുകളായാണ് വിൽപ്പന. ഒരാൾക്ക് ഒരു തവണ 20 കിലോഗ്രാം വരെ ലഭിക്കുന്നതാണ്. ചെറുവാഹനങ്ങളിൽ ജില്ലകളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചാണ് വിൽപ്പന. ഇത് ലഭിക്കുന്നതിന് റേഷൻ കാർഡിന്റെ ആവശ്യവുമില്ല. ചില റിലയൻസ് സൂപ്പർ മാർക്കറ്റ് പോലുള്ളവയിലും ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും 10 കിലോയുടെ ഭാരത് അരി ലഭിക്കുന്നതാണ്. കേരളത്തിൽ കൊച്ചിയിലുള്ള NCCF ശാഖ വഴിയാണ് വിവിധ ജില്ലകളിലേക്കുള്ള ഭാരത് അരി വിതരണം നടക്കുന്നത്. അതുപോലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സബ്സിഡി നിരക്കിൽ കെ-റൈസും ലഭിക്കുന്നതാണ്. കൂടാതെ 13-ഇനം സബ്സിഡി സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ടാകില്ലെങ്കിലും സ്റ്റോക്കുള്ള വെളിച്ചെണ്ണയും മുളകും പയറും അരിയും ഉൾപ്പെടെയുള്ളവ കാർഡുടമകൾക്ക് ലഭിക്കും. മാർച്ച് മാസത്തിലെ ഈ പ്രധാന റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.